മാസി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ പരിചയപ്പെടാൻ പോകുന്നത് HP 15 A+ ഡൈനാടെക്കിൻ്റെ 1000 വാട്ട്സ് വരുന്ന ഒരു ആക്റ്റീവ് മോണിറ്റർ സ്പീക്കറും അതേപോലെ LI 515 എന്ന അഹൂജയുടെ ന്യൂ മോഡലായ 1000 വാട്ട്സിൻ്റെ ഇതും വരുന്നത്. ഇത് രണ്ടും നമുക്ക് പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ വരുന്നത് LF 400 വാട്ട്സും HF 50 വാട്ട്സും 15 ഇഞ്ച് സ്പീക്കറാണ് വരുന്നത്. അതേപോലെ ലൈവിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ 15 ഇഞ്ച് സ്പീക്കർ 450 വാട്ട്സാണ്, HF 50 വാട്ട്സും. ഇതിൽ വരുന്നത് പിന്നെ SMD ബോർഡാണ്, അതേപോലെ ക്ലാസ് D ആംപ്ലിഫയറാണ് വരുന്നത്. നമുക്കെന്നാ ഡൈനാടെക്കിൻ്റെ ബാക്ക് പാനൽ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ വരുന്നത് ഇത്രയും സെക്ഷൻ ഹീറ്റ് സിങ്ക് ആണ്. അതേപോലെ ഇതിൽ നമുക്ക് വരുന്നത് ഒരു ലൈൻ ഇൻപുട്ട് വരുന്നുണ്ട്, അതേപോലെ ഒരു മിക്സ് ഔട്ട്പുട്ടും വരുന്നുണ്ട്. ഒരു പവർ ബട്ടൺ വരുന്നുണ്ട് ഓൺ ആക്കണമെങ്കിൽ ഓഫ് ആക്കാനും. അതേപോലെ നമുക്ക് 2 മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തതിൽ അതുപോലെ കൊണ്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിക്സർ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചാണ് ബെറ്റർ. പിന്നെ ഇവിടെ വരുന്നത് ബേസ് വരുന്നുണ്ട്, ഒരു ട്രിബിൾ കൺട്രോൾ വരുന്നുണ്ട്, ഒരു ലൈൻ വോളിയം വരുന്നുണ്ട്, അതേമാതിരി ഒരു മാസ്റ്റർ വോളിയം വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഒരു ഇൻഡിക്കേഷൻ ആയിക്കാണ്ട് ഇവിടെ ഒരു ആക്റ്റീവ് എന്നുള്ള സ്ഥലത്ത് ഒരു ബ്ലൂ ലൈറ്റ് കാണാം, വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണില്ല. അതേപോലെ ഫ്രണ്ടിലും LI 515 ബാക്ക് പാനലൊന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുക. ഇതിനിവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, ഡിജിറ്റൽ പ്ലെയർ, DSP കൺട്രോളിൻ്റെ ലെവലും കാര്യം അറിയാനുള്ള ഡിസ്പ്ലേ ആണ്. അതേപോലെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു ലൈന് ഇന്ന്, അതേപോലെ നമുക്ക് രണ്ടാമത്തെ ഒന്ന് വരുന്നത് മൈക്ക് ആയിക്കാണ്ട് ഉപയോഗിക്കുക, ലൈൻ ആയിക്കാണ്ട് ഉപയോഗിക്കുക. ഈ പുഷ് ബട്ടൺ യൂസ് ചെയ്താൽ മതി. ഒരു ലൈൻ ഔട്ട് ഉണ്ടാവും, അതേപോലെ ഒരു RCA ലൈൻ ഇൻപുട്ട് ഉണ്ടാവും. സ്റ്റീരിയോ ആണ് ഇത് വരിക. ഇത് പിന്നെ അതേപോലെ DSP കൺട്രോൾ നമുക്ക് ഇതിനെ ചെയ്യാം. ഇതിൽ മാസ്റ്റർ മോഡ് സെലക്ട് ചെയ്യുക. ഇത് വീഡിയോയിൽ കാണൂല, നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക് മോഡ് സെലക്ട് ചെയ്യുക, അതേപോലെ മോണിറ്റർ സെലക്ട് ചെയ്യുക, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ബ്ലൂടൂത്തും കൂടി അവൈലബിൾ ആട്ടോ. ബ്ലൂടൂത്തും കൂടി ഇതിൽ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓൺ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഓഫാക്കി കൊടുക്കുക. ബാക്കിയുള്ള ബേസും ട്രിബിളും കൺട്രോളും മൊത്തം നമ്മളെ DSP ലെവലിൽ വരിക. അതേപോലെ ഇതിന് കോംബോ സോക്കറ്റാണ് നമ്മളെ ഈ ലൈനിൽ വരിക, അതേപോലെ മൈക്കും. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡൈനാടെക്കും ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു മ്യൂസിക് മാത്രം പ്ലേ ചെയ്തു. ഓക്കെ, നമുക്ക് അഹൂജം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ വോക്കലും ചെക്ക് ചെയ്ത് നോക്കാം. ഡൈനാടെക്കിൻ്റെ ഓവർ സൗണ്ട് ഇട്ടിട്ടൊന്നുമില്ല, ഒരു ആവറേജ് സൗണ്ടിലാണ് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടും. നെക്സ്റ്റ് നമുക്ക് ഡൈനാടെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അഹൂജൻ്റെ വോക്കലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വർക്കിംഗ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എത്രത്തോളം അതിൻ്റെ വർക്കിംഗ് നമുക്ക് മൈക്കിൽ കൂടെ കിട്ടിയിരിക്കണമെന്നുള്ളത് എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടാവും കരുതുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. കുറച്ച് വെയിറ്റും കൂടുതലൊക്കെ നമ്മളെ ഡൈനാടെക്കാണ് വരുന്നത്. അതേപോലെ കുറച്ച് വെയിറ്റ്ലെസ് ആണ്. ക്ലാസ് ഡി ആംപ്ലിഫയറും കാര്യമൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു വെയിറ്റ്ലെസ് ആണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.